എൻ്റെ പേര് പ്രിൻസി, സ്ഥലം വരടിയും. 10-20 കൊല്ലമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടാവാറുണ്ട്. 5 മിനിറ്റ് പോലും യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ വെയിൽ കൊള്ളാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇത്തിരി നേരം വൈകിയാൽ അപ്പം തലവേദന എടുക്കും. അങ്ങനത്തെ ഒരു തലവേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയായിരുന്നു. അത് നമ്മൾ ഇത്തിരി നേരം ഗുളിക കഴിക്കാൻ നേരം വൈകിയാൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. അതൊരു ഇഞ്ചക്ഷനൊന്നും ചെയ്താൽ പോരാ, 2-3 ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്ന് കുറയുക. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അതിവിടെ വന്നിട്ട് ഞാൻ കോവിഡ് മാറിയ സമയം തൊട്ടാണ് ഇവിടെ വന്നു തുടങ്ങിയത്. ആ വന്നു തുടങ്ങിയ സമയം തൊട്ട് ഞാൻ അത്ഭുത ജപമാല കാണും. അതിൽ സ്ഥിരമായിട്ട് മൈഗ്രെയിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 5-6 മാസമായിട്ട് ഇപ്പം എനിക്ക് ആ തലവേദന ഇല്ല. ഇതുവരെ പിന്നെ വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് തലവേദനയാണ് മാറിപ്പോയി. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞു കണ്ടോ, എപ്പോഴോ മാറിപ്പോയി. അത്ഭുതമാല കാണുന്നു, വൺ ഡേ കൺവെൻഷൻ കൊടുന്നു. തലവേദനയ്ക്ക് സ്ഥിരം വിളിച്ചു പറയുന്നൊരു രോഗശാന്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മകന് 14-15 വയസ്സുള്ളപ്പോൾ തൊട്ട് തുമ്മലിൻ്റെ അസുഖമുണ്ട്. അത് കുറേ ഹോമിയോ ഗുളിക കഴിച്ചു, എല്ലാത്ത ഇതുകളും വയസ്സായി. അപ്പോൾ ഇപ്പം അവന് 28 വയസ്സായി. അപ്പോൾ 4 വയസ്സ് മുതലുള്ള തുമ്മലും ജലദോഷം അത് കാലത്ത് എണീക്കുമ്പോൾ ഒരു 10-30 പ്രാവശ്യം തുമ്മിയിട്ടാണ് പല്ല് തേച്ച് മുറുകി ഡ്രസ്സ് ചെയ്യാൻ അത്രയും പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ 5-6 മാസമായിട്ട് ഞാൻ അത്ഭുത ജപമാലയിൽ അന്ന് തൊട്ടേ പ്രാർത്ഥിച്ചിരുന്നു. അത് ഇപ്പോൾ 5-6 മാസമായിട്ട് എനിക്കും അവനും സൗഖ്യം കിട്ടിയിരിക്കുന്നു. അത് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ തേനും ഉപ്പും എല്ലാം ചേർത്ത് ഞങ്ങൾ കുടുംബം എല്ലാവരും ഉപ്പ് അതിൽ കഴിക്കും. അതുപോലെ തന്നെ അന്നദവെള്ളം അവന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നദവെള്ളം ചേർത്ത് കൊടുക്കും. ഞാൻ കഴിക്കുന്നതിലും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ. പേരെന്താ? പ്രിൻസി. നല്ലൊരു കൈയടി കൊടുത്തതിന് വലിയൊരു രോഗശാന്തിയാണ് കേട്ടോ.